പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഹേരാ ഫേരി 3 എന്ന സിനിമയിൽ നിന്ന് ബോളിവുഡ് നടൻ പരേഷ് റാവൽ പിന്മാറിയെന്ന വാർത്തകൾ ബോളിവുഡിൽ വലിയ ചർച്ചകൾക്ക് ഇടവച്ചിരിക്കുകയാണ്. നടൻ സിനിമയിൽ നിന്ന് പിന്മാറിയതിനു പിന്നാലെ അക്ഷയ് കുമാറിന്റെ നിർമ്മാണ കമ്പനി 25 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയക്കുകയുണ്ടായി. ഇപ്പോൾ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് അക്ഷയ് കുമാറിന്റെ ലീഗൽ ടീം. 2025 ജനുവരി 30-ന് തന്റെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഈ സിനിമയുടെ ഭാഗമാകുന്നതായി പരേഷ് റാവൽ പരസ്യമായി അറിയിച്ചിരുന്നു. 2025 മാർച്ച് 27-ന് അദ്ദേഹവുമായി കരാറിലെത്തുകയും അതനുസരിച്ച് പ്രതിഫലമായി 11 ലക്ഷം രൂപ ഭാഗികമായി നൽകുകയും ായി. അതുപ്രകാരം നിർമ്മാണ കമ്പനി ടീസർ ഉൾപ്പെടെയുള്ളവയ്ക്ക് പണം മുടക്കി. 2025 ഏപ്രിൽ 3-നാണ് പരേഷ് റാവൽ, അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി എന്നിവരുൾപ്പെടുന്ന ടീസർ ചിത്രീകരണം നടന്നത്. ഈ കാലയളവിൽ ഒരു ഘട്ടത്തിലും ക്രിയേറ്റീവായ വിഷയങ്ങളെക്കുറിച്ച് റാവൽ ആശങ്കകൾ ഉന്നയിച്ചിട്ടില്ല എന്ന് ലീഗൽ ടീം വ്യക്തമാക്കുന്നു. ടീസർ ഉൾപ്പെടെയുള്ളവയ്ക്ക് പണം ചിലവഴിച്ചതിനു ശേഷമാണ് അവ്യക്തമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി റാവൽ പെട്ടെന്ന് സിനിമയിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചത്. പെട്ടെന്നുള്ളതും ഒരു ന്യായവും അവകാശപ്പെടാനില്ലാത്തതുമായ ഈ പിൻവാങ്ങൽ മൂലം നിർമ്മാണ കമ്പനിക്ക് ഗുരുതരമായ സാമ്പത്തിക നഷ്ടമാണുണ്ടായത്. ഈ കാരണത്താലാണ് കേപ്പ് ഓഫ് ഗുഡ് ഫിലിംസ് പരേഷ് റാവലിൽ നിന്ന് 25 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. 7 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകാത്ത പക്ഷം കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും ലീഗൽ ടീം വ്യക്തമാക്കി. ബോളിവുഡിൽ ഏറെ ആരാധകരുള്ള ഫ്രാഞ്ചൈസിയാണ് ഹേരാ ഫേരി. മലയാളത്തിലെ എവർ ക്ലാസിക് ചിത്രമായ റാംജി റാവു സ്പീക്കിങ്ങിനെ ആസ്പദമാക്കി ഒരുക്കുന്ന ഹേരാ ഫേരി എന്ന സിനിമയിലൂടെയാണ് ഈ ഫ്രാഞ്ചൈസി ആരംഭിച്ചത്. ഈ അടുത്താണ് ഫ്രാഞ്ചൈസിയിലെ 3-ാം ചിത്രത്തിന്റെ പ്രഖ്യാപനമുണ്ടായത്. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നിന്ന് പിന്മാറുന്നതായി പരേഷ് റാവൽ ഔദ്യോഗികമായി അറിയിക്കുകയും തുടർന്ന് അക്ഷയ് കുമാറിന്റെ നിർമ്മാണ കമ്പനി 25 കോടി രൂപ ആവശ്യപ്പെടുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.